ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വെറൈറ്റി രീതിയിലുള്ള ഒരു നെത്തോലി ഫ്രൈ തയ്യാറാക്കുകയാണ് കേട്ടോ. അതിനുവേണ്ടി നെത്തോലി, ചില നാടുകളിൽ കൊഴുവ എന്ന് പറയും. ഞാനിതിലേക്ക് ഒരു അര സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ, കാരണം ഇതിലേക്ക് ഇനി മുളക് ചേർക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ പാകത്തിന് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് ചെറുതായൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ നേർമയായി പൊടിച്ച അരിപ്പൊടിയാണ്. ഇനി ഇതിനെ കൈ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഈ നെത്തോലി പരസ്പരം ഒട്ടിപ്പിടിക്കാതെ ഒന്നൊന്നായി വേർപെട്ട് കിട്ടും. മാത്രമല്ല ഇത് ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞു പോകത്തില്ല. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നുറുക്കിയ വറ്റൽമുളകാണ് കേട്ടോ. അതിലധികം എരിവ് വരാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് വിത്ത് ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നുറുക്കിയ സവാളയാണ്. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത്, അതോടൊപ്പം കറിവേപ്പിലയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് ചതയ്ക്കാത്ത കറിവേപ്പിലയും കൂടെ ഉണ്ട്. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഈ നെത്തോലി നന്നായി ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ട് നല്ല മൊരിഞ്ഞ് വരത്തക്ക വേണം ഫ്രൈ ചെയ്യണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലിട്ട് കൊടുക്കാം. ഓക്കെ, ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി കോരി പാനിലേക്ക് മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ ചൂടോടെ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റങ്ങളും കൂടി വറുത്ത് കോരാം. ഞാൻ നുറുക്കിയ വറ്റൽമുളക് ഇതോടൊപ്പം ഇടുന്നില്ല, അത് അവസാനം ചേർക്കാം. ഇതോടൊപ്പം ഇട്ടാൽ അത് കരിഞ്ഞു പോകും. ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നുറുക്കിയ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ചേരുവകളെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനി വറുത്ത് വെച്ചിരിക്കുന്ന നെത്തോലിയോടൊപ്പം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. കൂട്ടുകാരെ, നല്ല കിലുങ്ങുന്ന ക്രിസ്പി നെത്തോലി മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. അതോടൊപ്പം എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം. എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.